നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി രോഗാതുരനാണെന്നറിഞ്ഞതിൽ അതീവ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ ഇൻസ്ട്രുമെൻസിൻ്റെ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് മൂലം മാത്രമല്ല അവിടുത്തെ ചില സാങ്കേതിക ബ്യൂറോക്രസിൻ്റെ ചില സിസ്റ്റം ഫെയിലിയറും ഒക്കെ അദ്ദേഹം പൊതുസമക്ഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനെ തുടർന്ന് വലിയ ചർച്ചയുണ്ടാവുകയും ആരോഗ്യ മേഖലയ്ക്ക് കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ ഒരു പൊതുപരിപാടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രീ ഹാരിസ് ചെയ്തത് ചട്ടലംഘനമാണ്. ലോകത്തിലെ നമ്പർ 1 എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പരാമർശം മൂലം കളങ്കം വന്നിട്ടുണ്ട് എന്ന് പറയുകയും പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി കൊടുക്കുകയും ചെയ്തു ഡോക്ടർ ഹാരിസ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീഴുകയും ബിന്ദു എന്ന സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം പോകുകയുണ്ടായി. അത് പൊതുസമൂഹത്തെ വല്ലാതെ പ്രശ്നത്തിലാക്കി. അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിയല്ല, കേരള മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് രോഗം എന്നറിയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. മാത്രമല്ല അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലെ കാശുകൊണ്ടല്ല, പൊതുഖജനാവിലെ കാശുകൊണ്ടാണ്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിശേഷ അധികാരങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം എടുക്കുന്ന കാശും മാത്രമല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് ആണ് പോകുന്നത്. അത് റിപ്പോർട്ടർ TV ചാനലൊക്കെ പറയുന്നത് കേട്ടു. വളരെ സെൻസിറ്റീവാണ് അത്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്, അത് ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മുടെ നേതാക്കന്മാരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, എന്ത് വില കൊടുത്തും നമുക്കത് സംരക്ഷിക്കേണ്ടതാണെന്ന്. ഡോക്ടർ അരുൺ എന്താ ഇത്ര ബോധമില്ലാതെ സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. വിവരമില്ലാത്ത ആളല്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല, പക്ഷേ എന്തോ സേഫ് ഗാർഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് കേരളമാണ്, നല്ല ജനാധിപത്യ ബോധമുള്ള പൗരന്മാരാണ് ഓരോരുത്തരും. അത് ചർച്ചയാക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ചർച്ചയാക്കേണ്ടതാണ്. കാരണം എൻ്റെ ജീവൻ്റെ വില തന്നെയാണ് മുഖ്യമന്ത്രിക്കുമുള്ളൂ. ഓരോ മനുഷ്യൻ്റെ ജീവൻ്റെ വില തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ളൂ. പൊതുഖജനാവെന്ന് കാശ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ അണാപ്പൈ അതെങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്നുള്ളതറിയാൻ നമുക്കെല്ലാം അവകാശമുണ്ട്. നമ്മൾ ജനാധിപത്യ രീതിയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്, ആരും രാജാക്കന്മാരല്ല. അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇവർ ആജീവനാന്ത അല്ലെങ്കിൽ ഒരു ആജീവനാന്ത സുരക്ഷയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. കുടുംബത്തിന് സ്വന്തം നിലയ്ക്കും
കുടുംബത്തിനും അതേപോലെ തന്നെ അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക്, പേഴ്സണൽ സ്റ്റാഫിനും ഒക്കെ തന്നെ ഇവരുടെ ഈ നമ്മുടെ പൊതുഖജനാവിലെ കാശ് ഉപയോഗിച്ച് ചികിത്സിക്കുന്നുണ്ട്. ഒരു പരിധി വെക്കണം, അല്ലാതെ ഒരു സീലിംഗ് വെക്കണം. 78 ലക്ഷം 80 ലക്ഷം ഒക്കെ ഒരു മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് എടുത്തു വിദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ കുറച്ച് കടന്ന കൈ തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇത് നമ്പർ 1 ആണെന്ന്. അന്ന് പറഞ്ഞ ഉടനെ തന്നെയാണ്. അപ്പോൾ അതിലൊരു പാരഡോക്സ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത് വിരോധാഭാസമാണ്? നമ്പർ 1 ആണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തിനാണ് അമേരിക്കയിൽ പോയി ചികിത്സ നേടുന്നത്? തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന രീതിയിൽ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളെയും ജനാധിപത്യ രീതിയിലുള്ള വിയോജിപ്പുകളെയൊക്കെ അടിച്ചമർത്തുന്നത് ഏത് സർക്കാരിനും നല്ലതല്ല. ഇടതിനും നല്ലതല്ല, വലതിനും നല്ലതല്ല, തീവ്ര വലതിനും നല്ലതല്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ശത്രുതാപരമായി പെരുമാറുക എന്നുള്ളത് ജനാധിപത്യ രീതിക്ക് യോജിച്ചതല്ല. അപ്പോൾ പറയുന്നത് ഒന്ന്, പ്രവൃത്തി വേറെ എന്നുള്ളത് ഒട്ടും ശരിയല്ല. നമ്പർ 1 മോഡലാണെങ്കിൽ എന്തിനാണ് VS അച്യുതാനന്ദൻ്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നത്? എന്തിനാണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിക്കും ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കൊടുത്തത്? അതൊക്കെ പൊതുഖജനാവിൽ നിന്നാണ്. അതേ അവകാശം എനിക്കുണ്ടല്ലോ, ചികിത്സ കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ എൻ്റെ ഈ കണ്ണിലെ ഇടത് കണ്ണിലെ തിമിരം ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ, അവരൊക്കെ നന്നായി തന്നെ പെരുമാറി. പക്ഷേ ആ ഡോക്ടർ എന്നോട് അവരുടെ നിസ്സഹായത പറഞ്ഞു. ആധുനിക രീതിയിലുള്ള നേത്ര ശസ്ത്രക്രിയയ്ക്കുള്ള ആ സംവിധാനം, മെഷീനറിയൊക്കെ അവിടെ ഉണ്ട്, അത് ഉപയോഗിക്കാനുള്ള പരിശീലനം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ സാമ്പ്രദായിക രീതിയിലുള്ള ശസ്ത്രക്രിയയെ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ സാമ്പ്രദായികമായ രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്താൽ 3-4 ആഴ്ച, ഒരു 1-2 മാസം ശരിക്ക് പഴയ പോലെ കിടക്കണം, കണ്ണിൽ മരുന്നൊഴിച്ച് ഒരു പണിയെടുക്കാതെ കിടക്കണം. മറ്റേതാണെങ്കിൽ 4-5 ദിവസം എഴുന്നേറ്റ് നടക്കാം. അപ്പോൾ അങ്ങനൊരു സംവിധാനം അവിടെ അറേഞ്ച് ചെയ്തിട്ടും അതിൻ്റെ ഗുണം അനുഭവിക്കാനായിട്ട് നമ്മുടെ ജനങ്ങൾക്കാവുന്നില്ല. അതിന് പരിശീലനം കിട്ടിയ ഡോക്ടർ അവിടെ ഇല്ല. അപ്പം അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് പോവുകയും ചെയ്യും. അത്തരം കാര്യങ്ങളിലേക്കൊന്നും അതോറിറ്റീസ് കടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട്. ആ ഡോക്ടർക്ക് അതറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ വൈദ്യസഹായം തേടി. എനിക്ക് 19,000-ഓളം ചിലവായി. അപ്പോൾ എൻ്റെ ഒരു അവകാശമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത്. അതേ അവകാശം തന്നെയാണ് ഇവർക്കൊക്കെ ഉള്ളൂ. ഇവരിവിടുന്ന് വൈദ്യസഹായം നേടുകയാണെങ്കിൽ ഇത്തരം പരിമിതികളെയൊക്കെ നമുക്ക് മറികടക്കാം. അഡ്മിനിസ്ട്രേഷനൊക്കെ വളരെ കൃത്യമായി പോകും, ഒന്നും പാഴായി പോകില്ല, ഒരു യന്ത്രങ്ങളും തകരാറായി കിടക്കില്ല, തുരുമ്പ് പിടിച്ച് കിടക്കില്ല, എല്ലാ കാര്യത്തിനും കൃത്യതയുണ്ടാവും, ഡോക്ടേഴ്സ് അലേർട്ടായിരിക്കും, സ്റ്റാഫ് വിജിലൻ്റ് ആവും, അഡ്മിനിസ്ട്രേഷൻ അക്യുറേറ്റ് ആയിരിക്കും, വളരെ ഇഫക്റ്റീവ് ആവും. അപ്പോൾ അതല്ലേ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസ് ഒന്നും തന്നെ, നേതാക്കന്മാരൊന്നും തന്നെ മെഡിക്കൽ കോളേജിൽ വൈദ്യസഹായം തേടാത്തത്? അപ്പോൾ സാധാരണ പൗരന്മാർക്ക് അന്തസ്സില്ലേ? അവർ ഇത്രയും കാശ് ഇവരൊക്കെ ചിലവാക്കുമ്പോൾ അത് സാധാരണ പൗരന്മാർക്ക് അർഹിക്കുന്ന കാശല്ലേ? അത് ഇവർക്ക് വേണ്ടി മാത്രം ചിലവാക്കുമ്പോൾ നഷ്ടം സാധാരണ പൗരന്മാർക്കാണ്. അവരുടെ അന്തസ്സാണ് ഇടിഞ്ഞു പോകുന്നത്. അവരാണ് വരാന്തയിൽ പുഴുക്കളെ പോലെ കിടക്കുന്നത്. അവരാണ് ഡോക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ മറ്റ് നഴ്സുമാരുടെയും ദുർമുഖം കാണുന്നത്. അവരാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി അവിടെ DYFIക്കാരുടെ പൊതിച്ചോറിനായി നിൽക്കുന്നത്. ഇതൊക്കെ ഖജനാവിൽ നിന്ന് കാശെടുത്ത് ദുർവ്യയം ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്.
അപ്പം ഇത് ജനാധിപത്യ സമൂഹമാണ്. ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഒരു BJPക്കാരോ കോൺഗ്രസ്സുകാരോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത്ര അധികം വിമർശിക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരത് ചെയ്യുമ്പോൾ നമ്മളത് വളരെയധികം സസൂക്ഷ്മം വീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യും. കാരണം സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, ആലംബഹീനരുടെ സർക്കാർ എന്ന് പറഞ്ഞു വരുന്നവരാണ്. അവർക്ക് ഇത്രയും ധാരാളിത്തമൊന്നും ആയിക്കൂടാ. പിണറായി വിജയനോടോ മറ്റു മന്ത്രിമാരോടോ യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ല. പക്ഷെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് സഖാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കണം. ഇത് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഓരോ മന്ത്രിമാരും, ഇപ്പോൾ ഇരിങ്ങാലക്കുട മന്ത്രി കണ്ണടയ്ക്ക് എഴുതിയെടുത്തത്, മന്ത്രിക്ക് പെൻഷനുണ്ട്, മന്ത്രിക്ക് ശമ്പളമുണ്ട്, ഇത്രയധികം സമ്പാദ്യമുണ്ട്, എന്തിനാണ് ഇത്രയും വില കൂടിയ കണ്ണട? മന്ത്രി പറയുന്നത് കേട്ടു, ആ കണ്ണട ഞാൻ ഒരുപാട് കൂടുതൽ വായിക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് നല്ല കണ്ണട തന്നെ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ പൊതുജനത്തിൻ്റെ കാശുകൊണ്ട് ഇങ്ങനെ ആർഭാടം ആക്കേണ്ട ആവശ്യം എന്താണ്? ഇത്ര ലക്ഷറി ഐറ്റംസ് വാങ്ങേണ്ട ആവശ്യം എന്താണ്? പിന്നെ ഇതേ അവകാശം തന്നെ ഇല്ലേ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക്? അവർ കൊണ്ടിട്ട കാശാണ് അവർ ചികിത്സയ്ക്ക് ചോദിച്ചിട്ടുള്ളതൊക്കെ. ആ സമയത്തൊക്കെ കൊടുക്കാതെ എത്ര പേരുടെ ജീവൻ പൊരിഞ്ഞു. അതെന്താണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മനസ്സിലാക്കാത്തത്? ചെറിയ കേവല മനുഷ്യരല്ലേ നമ്മളൊക്കെ, അപൂർണതയൊക്കെ ഉണ്ടാവാം. പക്ഷെ പറഞ്ഞ് നാവെടുത്ത് ഡോക്ടർ ഹാരിസിനെ വിമർശിച്ച് നാവെടുത്ത ഉടനെ തന്നെ ഈ അമേരിക്കയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സമ്പ്രദായമില്ലായ്മയല്ലേ? എന്തൊരു നാണക്കേടാണ്. പിന്നെ കമ്മ്യൂണിസം അമേരിക്കയിൽ അലൗഡ് അല്ല. അവിടേക്ക് വിസ റൂൾസൊക്കെ വളരെ റിജിഡാണ് കമ്മ്യൂണിസ്റ്റുകാരോട്. വിസ കിട്ടുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആർ യു ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ കമ്മ്യൂണിസം, അല്ലെ ആർ യു എ കമ്മ്യൂണിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നോ എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് വിസ കിട്ടുള്ളൂ. എനിക്ക് മൈഗ്രേഷൻ്റെ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പൗരത്വം കിട്ടുള്ളൂ. അതെനിക്കറിയാം. ഞാൻ മൈഗ്രേഷൻ ഫയൽ ചെയ്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എൻ്റെ കുട്ടിയല്ല എന്ന്, ഒരു കുട്ടി എത്ര മോശമാണെങ്കിലും തല്ലുള്ളിയാണെങ്കിലും ഇതെൻ്റെ കുട്ടിയല്ല, ഞാൻ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എൻ്റെ അല്ല എന്ന് പറയാൻ നമുക്ക് നാവുകൊണ്ട് പറയാൻ നമുക്ക് പറ്റില്ല. ഇത് കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ തന്നെ ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ്, ചിലപ്പോൾ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റ് വിസ കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷെ കൂടെ ഉള്ള ഭാര്യ നോ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവാം. അവർ അങ്ങനെ എഴുതി കൊടുത്ത് പോകാൻ എങ്ങനെ കഴിയുന്നു? എന്ത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇതൊക്കെ? എന്തൊരു ഇരട്ടത്താപ്പ, ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇതൊക്കെ? എങ്ങനെ കഴിയുന്നു? എല്ലാവരുടെ ജീവനും ഒരുപോലെയൊക്കെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സാ ഫണ്ട് നമുക്ക് അത്രയ്ക്ക് വലിയൊരു സമ്പന്ന രാജ്യമൊന്നും ഇല്ലല്ലോ നമ്മൾ. നമുക്ക് ഒരു മന്ത്രിയുടെ ചികിത്സയ്ക്ക് ഇത്ര ചെലവ് എന്ന് വെക്കേണ്ടതുണ്ട്. അല്ല, ഉള്ള മന്ത്രിമാർ ആഗ്രഹിക്കുന്ന ഒരു കാശ് പൊതുഖജനാവെന്ന് എടുക്കുക എന്നുള്ളത് ശരിയല്ല. അതിനൊക്കെ സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവന്നേ മതിയാവൂ. ജനങ്ങളൊന്നും പൊട്ടന്മാരല്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ എത്ര പേരോട് ചോദിച്ചിട്ടാണ് ഞാൻ കാശ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നടത്തിയത്. എനിക്കും സർക്കാർ ആശുപത്രിയിൽ നിന്ന് അത് ചെയ്യാനുള്ള ആധുനിക രീതിയിലുള്ള കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനുള്ള അവകാശമില്ലേ, അർഹതയില്ലേ? അപ്പോൾ അതുപോലെ എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ഓൾ ആർ ഈക്വൽ, സം ആർ നോട്ട് മോർ ഈക്വൽ? എല്ലാവരും സമന്മാരല്ലേ നിയമത്തിന് മുന്നിലേ? വിപ്ലവം പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഇങ്ങനെ കോമാളികളായ എന്ത് ചെയ്യും? ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്ന് കരുതിയോ? എല്ലാവരും ഒരുപോലെയല്ലേ? ഇറ്റ്സ് ഹൈ ടൈം. ഇതിനൊക്കെ ഒരു തടയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാവങ്ങൾക്കും ജീവിക്കണം, പാവങ്ങൾക്കും അന്തസ്സുണ്ട്. അവരുടെ അന്തസ്സൊന്നും ജനാധിപത്യ സമൂഹത്തിൽ അവരുടെ അന്തസ്സൊന്നും ഇടിച്ചു താഴ്ത്താൻ അനുവദിച്ചുകൂടാ. ഓരോ പൗരൻ്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ശരിയായ ഭരണാധികാരി. തല കുമ്പിട്ട് നിൽക്കേണ്ട, അവരെ വളച്ച് നിൽക്കാനല്ല
നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ചെറിയ ചെറിയ കഴിവുകളുണ്ടെങ്കിൽ, ചെറിയ ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവരെ മാക്സിമം ഉയർത്തി കൊണ്ടുവരികയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഭരണാധികാരികൾ ചെയ്യുന്നത്. അല്ല, തിരഞ്ഞെടുത്തത് രാജാക്കന്മാരും അല്ല, തിരഞ്ഞെടുത്തത് ജനപ്രതിനിധികളെയാണ്. അപ്പോൾ ജനങ്ങൾ അപഹസിക്കും എന്നുള്ളൊരു ചിന്ത കൂടി വേണ്ടതാണ്. എല്ലാവർക്കും ചികിത്സയ്ക്കുള്ള അവകാശം ഒരു പരിധി വരെ, സീലിംഗ് വരെ. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ പൗരന് ഒരു ഓപ്പറേഷൻ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരുമ്പോൾ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കേഷൻ വേണം, താലൂക്ക് തഹസിൽദാരുടെ വേണം, വരുമാനം ഇല്ല, ഇത്രയേ ഉള്ളൂ, ഇത്ര സീലിംഗാ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാർക്ക് ഒന്നുമില്ല, അവർക്ക് തോന്നുന്നത് എഴുതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ? അത് ആരും പേടിച്ചില്ലെങ്കിൽ പെരയുടെ തൂണിനെങ്കിലും പേടിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് വിമർശിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് ഒരു വ്യക്തിവൈരാഗ്യവും ഇല്ല. പക്ഷേ ഈ സിസ്റ്റം മാറ്റിയേ തീരൂ. താഴേക്കടലുള്ളവർക്കും ഈ നികുതിയുടെയൊക്കെ പിടിച്ചെടുക്കുന്ന കരത്തിൻ്റെയൊക്കെ ബെനിഫിറ്റ് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. എന്നാലാണ് ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യം വരികയുള്ളൂ. നന്ദി, നമസ്കാരം.